എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ. ഇത് ക്യാരറ്റ് ചവരി പായസമാണ്. ഇത് വളരെ സ്വാദിഷ്ടമായ ഒരു പായസമാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ഒരു ക്യാരറ്റ് ചവരി പായസം വെക്കാവേ. വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ആദ്യമേ നമുക്ക് കുറച്ച് നെയ്യ് അതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കരിഞ്ഞു പോവുകയും ചെയ്യരുത്. നമുക്ക് മീഡിയം ഫ്ലെയിം ഇടാം. നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇനി അണ്ടിപ്പരിപ്പ് ഒരു ബ്രൗൺ കളറായി വന്നിട്ട് കിസ്മിസും കൂടി ഇതിലേക്ക് വറുത്തു. കിസ്മിസും വറുത്തിട്ടുണ്ട്. അത് നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റാം. നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നെയ്യിൽ കിടന്ന ക്യാരറ്റ് നന്നായിട്ട് വേകണം. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. നമ്മൾ കുറച്ച് ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ അടിയിൽ നേരത്തെ ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. ചവ്വരിയും ക്യാരറ്റും കൂടിയുള്ള പായസം. ചവ്വരിയൊക്കെ നേരത്തെ വേവിച്ച് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പായസമാണ്. ഇനി ഇതിലേക്ക് നേരത്തെ ഞാൻ 1/2 ലിറ്റർ പാല് തിളപ്പിച്ച് വെച്ചിരുന്നു. അത് കുറേശ്ശെ ഒഴിച്ച് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്ത് പറ്റിയെടുക്കാം. കുറേശ്ശെ ഒഴിച്ച് നമുക്ക് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം. കുറുകി വരണം. കുറച്ചുകൂടി പാല് ഒഴിക്കാനുണ്ട്. അതിലിട്ടുണ്ട്. ഇതൊന്ന് പറ്റി വന്നിട്ട് നമുക്ക് ബാക്കി കൂടി ഒഴിച്ച് ഇതിനകത്തേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിക്കണം. ഒരു നല്ല ടേസ്റ്റ് കിട്ടും. കുറച്ച് ഏലക്ക വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കിസ്മിസും അണ്ടിപ്പരിപ്പും അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ക്യാരറ്റ്
പായസം, ക്യാരറ്റും പിന്നെ ചൗവരിയും കൂടിയുള്ള ഒരു പായസം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പായസമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കേ, താങ്ക് യു.